നമസ്കാരം, എഡിറ്റേഴ്സ് കോളത്തിലേക്ക് സ്വാഗതം. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വളരെ കാര്യമായി തന്നെ കേരളത്തിൽ ചൂടുപിടിച്ച ചർച്ചയായി മാറുകയാണ്. ഇതിനിടയിൽ ആരോപണ വിധേയരായ നിരവധി താരങ്ങളും നമ്മുടെ മലയാളത്തിലുണ്ട്. ഇത് ദേശീയ മാധ്യമങ്ങൾ പലതും മലയാള സിനിമയിലെ സെക്സ് റാക്കറ്റ് എന്നുള്ള നിലയിലാണ് നോക്കിക്കാണുന്നത്. ഇപ്പോൾ നിലവിൽ എന്തൊക്കെയാണ് ഇപ്പോൾ നമ്മൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ നമ്മുടെ പ്രമുഖർ എന്ന് പറയുന്ന ഒരു 15 പേരടങ്ങുന്ന ഒരു പവർ ഗ്രൂപ്പ് ഉണ്ട്. ഒന്നാമത് ശ്രീനാഥെ, രസം എന്ന് പറഞ്ഞാൽ അമ്മയിൽ തമ്മിലടി, അതെ, മന്ത്രിസഭയ്ക്കുള്ളിൽ തമ്മിലടി, അതെ, നടന്മാർ ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ അവർ ആ ഗ്രൂപ്പിനകത്ത് തമ്മിലടി. ഇതിൽ ആരാണ് ശരിയെന്നറിയാനാണ് ഏറ്റവും വലിയ കുഴപ്പം. ഇന്നലെ തന്നെ ബംഗാളി നടിയുടെ മിത്രയുടെ വെളിപ്പെടുത്തൽ. അതെ, അവർ പറയുന്നത് അവർ പാലേരി മാണിക്യം സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി വന്നു. അപ്പോൾ അവരുടെ വളയിൽ തൊട്ടു, കയ്യിൽ തൊട്ടു, പിന്നെ കഴുത്തിൽ തൊടാൻ വന്നപ്പോൾ അവർക്ക് ബാഡ് ടച്ച് ആണെന്ന് തോന്നി അവർ റൂമിൽ നിന്ന് ഇറങ്ങിപ്പോയി. ഇത് സ്വാഭാവികമായി ആദ്യം മറുപടി പറയേണ്ട ആൾ രഞ്ജിത്ത് തന്നെയാണ്. രഞ്ജിത്ത് മറുപടി പറഞ്ഞു, അദ്ദേഹവും അവരുമായിട്ട് സിഗരറ്റ് പങ്കുവച്ചിട്ടുണ്ട്. സിഗരറ്റ് പ്രത്യേകിച്ച് കേട്ടോണം, സിഗരറ്റാണ് അവർ വാങ്ങി വലിച്ചിട്ടുണ്ട്, അല്ലാതെ അടുത്തിടപഴകാനുള്ള കാര്യമൊന്നും അവരുമായിട്ട് ഉണ്ടായിരുന്നില്ല എന്നാണ് രഞ്ജിത്തിന്റെ മറുപടി. എന്നിട്ട് രഞ്ജിത്ത് ഒരു വരി അതിനകത്ത് പറയുന്നുണ്ടായി അദ്ദേഹത്തിന്റെ പ്രസ്താവനയിൽ. ശ്രദ്ധിച്ചോണം, ഇവിടെ ഇര ഞാനല്ല, അല്ല ഇരയാണ് ഞാൻ, വേട്ടക്കാരിയാണ് അവർ എന്ന് പറയും. ഇര രഞ്ജിത്തും വേട്ടക്കാരി അവരും. അപ്പോൾ ഇന്നത്തെ സാംസ്കാരിക മന്ത്രിയുടെ പ്രതികരണം അതാണ് അടുത്ത ചർച്ച. സാംസ്കാരിക മന്ത്രിയുടെ പ്രതികരണത്തിൽ മന്ത്രി പറയുന്നു, എന്നും ഇരയ്ക്കൊപ്പമാണ് സർക്കാർ. അതെ, അപ്പോൾ അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും രഞ്ജിത്തിനൊപ്പം നമ്മുടെ സർക്കാർ നിൽക്കുന്നതാണ്. എന്നിട്ട് ഒരാൾ ഒരു ആരോപണം ഉന്നയിച്ചാൽ മാത്രം അവരെ അടുത്ത് പുറത്താക്കാൻ പറ്റുമോ മന്ത്രി ചോദിക്കുന്നതാണ്. തെളിവില്ല, അവർ പരാതിയുമായിട്ട് വരട്ടെ, നിയമ നടപടി ചോദിക്കുന്നത്. അയാൾ നിരപരാധിയാണ് എന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്നത് തെറ്റായി പോവില്ലേ? അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ മന്ത്രി പറയും. ഇങ്ങനെ മന്ത്രി പറയുമ്പോഴാണ് നമ്മുടെ ഒരു സാമൂഹിക പരിഷ്കർത്താവുണ്ട്. ആധുനിക കാലഘട്ടത്തിലെ വലിയ ചലനങ്ങൾ സൃഷ്ടിച്ച ഒരു സംവിധായകൻ ആഷിഖ്. അദ്ദേഹം മന്ത്രിക്ക് വിവരമില്ലെന്ന് പ്രഖ്യാപിക്കുക, മന്ത്രിയെ അങ്ങ് താറടിച്ച് ഇല്ലാതാക്കുകയാണ്. ആലോചിച്ച് നോക്കുക, ഒരു നടി വെളിപ്പെടുത്തൽ നടത്തുന്നു, ആ വെളിപ്പെടുത്തൽ ശരിയാണോ തെറ്റാണോ എന്ന് ഒരു അന്വേഷണം വരണമെങ്കിൽ മാത്രമേ നമുക്ക് അതിനകത്ത് എന്താണ് ഒരാൾ കുറ്റക്കാരനോ കുറ്റക്കാരിയോ എന്ന് വിധിക്കാൻ കഴിയുക. അല്ല, ശരിക്കും ഇങ്ങനെ ഒരു ആരോപണം വന്ന സാഹചര്യത്തിൽ അന്വേഷണത്തിന്റെ ഒരു ആവശ്യമുണ്ട്. കാര്യം നമുക്കൊരു മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു, ഉമ്മൻചാണ്ടി. ഈ ഉമ്മൻചാണ്ടി ഒരു സോളാർ കേസുമായി ബന്ധപ്പെട്ട് കുറ്റാരോപിതയായ ഒരാളുടെ ഒരു വെറും വാക്കും വിശ്വസിച്ചുകൊണ്ട് നമ്മൾ മാധ്യമപ്രവർത്തകരടക്കം 14 മണിക്കൂറാണ് ചോദ്യം ചെയ്തത്. 14 മണിക്കൂർ നമ്മൾ അദ്ദേഹത്തിന് സീഡി തപ്പിപ്പോയവരാണ് മാധ്യമപ്രവർത്തകർ. എന്നിട്ട് ആ മഹാമനുഷ്യനെ മരണശേഷവും ക്രൂശിക്കാൻ ആളുകളാണ് ഇവിടുത്തെ ചില വലിയ മഹാന്മാർ. അപ്പോൾ ഇങ്ങനൊരു ആരോപണം വന്നാൽ എന്ത് വന്നാലും പൊതുസമൂഹത്തിന് രഞ്ജിത്തിനെ ഇഷ്ടമാണ്, അദ്ദേഹത്തിന്റെ സിനിമകൾ ഇഷ്ടമാണ്, അദ്ദേഹം നല്ല കഴിവുള്ള പ്രഗത്ഭനായ, ഇന്ത്യയിൽ അറിയപ്പെടുന്ന മാത്രമല്ല ലോക നിലവാരമുള്ള മലയാള സിനിമകൾ എടുത്തിട്ടുള്ള മനുഷ്യനാണ്. അദ്ദേഹത്തെ എല്ലാവർക്കും ഇഷ്ടമാണ്. അദ്ദേഹത്തിനെതിരെ ഇങ്ങനെ ഒരു ആരോപണം വരുമ്പോൾ അതിന്റെ നിജസ്ഥിതി അറിയാനുള്ള അവകാശം അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്കുണ്ട്, പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഉണ്ട്. അതുകൊണ്ട് ഇതിനെ അന്വേഷിച്ച് ഇത് ശരിയാണോ തെറ്റാണോ, ഈ ആരോപണം ശരിയാണോ, അതുമല്ല ലൈംഗികമായി ആക്രമിച്ചിട്ടില്ല എന്ന് ആ സ്ത്രീ തന്നെ പറയുന്നുണ്ട്. അതെ, എന്നിട്ട് ഇവിടുത്തെ ചില മഹിളാ സംഘടനകളും ആളുകളും പറയുന്നത് ലൈംഗിക പീഡന പരാതി അത് അവരെന്താണ്, അദ്ദേഹം അവരുടെ വളയിൽ തൊട്ടു അത് ബാഡ് ടച്ച് ആണെന്ന് തോന്നിയിട്ടാണ് അവർ ഇറങ്ങിപ്പോകുന്നത്. ഇഷ്ടം വേറെയാണ്, ലക്ഷ്യം വേറെയാണ്, കാള വാല് പൊക്കുന്നത് എന്തിനാണ് എന്ന് മനസ്സിലാക്കിയിട്ടുള്ള ഒരു നടപടിയായിരുന്നു അത്. അല്ലാതെ രഞ്ജിത്ത് അവരെ കടന്നു പിടിച്ചുവെന്നോ ലൈംഗികമായി പീഡിപ്പിച്ചുവെന്നോ വാതിലിൽ മുട്ടിയെന്നോ പരാതി വന്നിട്ടില്ല. അപ്പോഴെന്തിനാണ് ഈ വിറളി പിടിക്കൽ? അന്വേഷണം വേണം, ശരിയോ തെറ്റോ എന്നറിയണം. രഞ്ജിത്ത് ലൈംഗികമായി പീഡിപ്പിച്ചിട്ടുണ്ടോ എന്ന് നടിയോട് ചോദിച്ചാൽ അവർ പറയും ഇല്ല എന്ന് പറയും. അവർ ഇന്നലെ അത് തന്നെ പറഞ്ഞു. അപ്പോൾ ഒന്നത്, രണ്ട്, വാതിലിൽ പോയി മുട്ടിയിട്ടുണ്ടോ, രാത്രി കിടക്കാൻ ശല്യപ്പെടുത്തിയോ? അപ്പോൾ അവർ പറയും ഇല്ല, രഞ്ജിത്ത് അങ്ങനെ ചെയ്തിട്ടില്ല. പിന്നെ നിങ്ങൾക്ക് പറഞ്ഞ കാശ് വണ്ടിക്കൂലി അതൊന്നും തരാതെ വിട്ടിട്ടുണ്ടോ? ഇല്ല. എല്ലാത്തിനും ഇല്ല എന്നായിരിക്കും ഉത്തരം തരുന്നത്. പിന്നെ ഇവിടെ ചില ആളുകൾക്ക് മാത്രം അതെന്തോ ലൈംഗിക ആരോപണമാകുന്നു അല്ലെങ്കിൽ ലൈംഗിക പീഡനമാകുന്നു എന്നാണ്. അതെ, ഇത് കേൾക്കുമ്പോൾ നമുക്ക് പൊതുവെ നടക്കുന്ന ചർച്ച കേൾക്കുമ്പോൾ നമുക്ക് തോന്നുന്നത് തന്നെയാണ്. അതെ, എല്ലാവരും അങ്ങ് പീഡകന്മാരാണ്, കാമഭ്രാന്തന്മാരാണ് സിനിമയിൽ. അതാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ. എന്നിട്ട് ഈ കാമഭ്രാന്തന്മാരെ അറ്റാക്ക് ചെയ്യുന്ന ചില ആളുകളുണ്ട്, ശ്രദ്ധിച്ചു കാണും. നടൻ ജഗദീഷിന്റെ ഒക്കെ അറ്റാക്ക് കാണണം. അതിലേക്ക് നോക്കുമ്പോൾ വേറൊരു കാര്യം കൂടി ചോദിക്കാനുണ്ട്. നമ്മുടെ ഈ കേരളത്തിൽ ഇപ്പം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നു, പക്ഷേ അമ്മ എന്ന് പറയുന്ന താരസംഘടന പ്രതികരിക്കാൻ ഏറെ വൈകിപ്പോയി. അതിന് സിദ്ദിഖ് പറയുന്ന വിശദീകരണം ഞങ്ങൾ
ഷോയുമായി ബന്ധപ്പെട്ട റിഹേഴ്സലൊക്കെ ആയിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ ഇതിനെക്കുറിച്ച് പ്രതികരിക്കാൻ അല്പം വൈകിപ്പോയത്. അതേസമയം ഇതിന് കൃത്യമായ ഒരു അഭിപ്രായ പ്രകടനം ഇവർ അമ്മയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ടതല്ലേ? ശ്രീനാഥ്, ഇതിനകത്തൊരു സംഭവം എന്ന് പറഞ്ഞാൽ ഹേമ കമ്മിറ്റി എന്തിന് നിയോഗിക്കപ്പെട്ടു, ഒന്ന്. അതെ. രണ്ട്, ആ റിപ്പോർട്ടിന്റെ ഉള്ളടക്കം എന്താണ്? രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. അതെ. ഈ പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന്, ഹേമ കമ്മിറ്റിയെ നിയോഗിച്ചത് സംസ്ഥാന സർക്കാരാണ്, ഇടത് സർക്കാരാണ് നിയോഗിച്ചത്. അതിന്റെ ലക്ഷ്യം സിനിമാ മേഖലയിൽ സ്ത്രീകൾ നേരിടുന്ന പ്രതിസന്ധികളെ കുറിച്ച് പഠിക്കുക എന്നതായിരുന്നു. പക്ഷേ ഇതൊരു അന്വേഷണ കമ്മീഷനാണെന്നാണ് എല്ലാവരും വെച്ചിരിക്കുന്നത്. ഇതൊരു അന്വേഷണ കമ്മീഷനല്ല, പഠിക്കാൻ നിയോഗിച്ച കമ്മിറ്റിയാണ്. അവർ പഠിച്ചു, കൃത്യമായി വിവരങ്ങൾ സർക്കാരിനെ എഴുതി അറിയിച്ചു കൊടുത്തു. എന്നിട്ട് ആ ജസ്റ്റിസ് ഹേമയ്ക്ക് തന്നെ തോന്നുന്നു ഈ പഠന റിപ്പോർട്ടിലെ ചില ഭാഗങ്ങൾ ഒരിക്കലും പുറത്തു പോകരുത്. കാരണം പഠന റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്വാഭാവികമായും എല്ലാവർക്കും എടുത്ത് പഠിക്കാനും റെഫർ ചെയ്യാനും ഒക്കെ ഉപയോഗിക്കാവുന്ന റിപ്പോർട്ടാണത്. പക്ഷേ ഇതിൻ്റെ രഹസ്യ സ്വഭാവമുണ്ടെന്നും ഇതിലെ വിവരങ്ങൾ ഒരിക്കലും പുറത്തു പോകരുതെന്നും ജസ്റ്റിസ് ഹേമ തന്നെ മുഖ്യമന്ത്രിക്ക് കത്തെഴുതുന്നു. ഈ സാഹചര്യത്തിലാണ് സർക്കാർ ആ റിപ്പോർട്ട് മാറ്റിവെച്ചത്. ഇനി ഈ റിപ്പോർട്ട് കിട്ടാതെ, ഈ റിപ്പോർട്ട് പൊടിപ്പും തൊങ്ങലും വെച്ച് അവിടെയും ഇവിടെയും വായിച്ചിട്ട് ഒരു ഉത്തരവാദിത്തപ്പെട്ട സംഘടന വന്ന് അഭിപ്രായം പറയുക എന്ന് പറയുന്നത് ചാബല്യമാണ്. അവർ പഠിച്ചിട്ട് പറയട്ടെ. പക്ഷെ എന്തുകൊണ്ടാണ് ഈ ജഗദീഷ് ഇതിനെല്ലാം ഒപ്പോസ് ചെയ്തുകൊണ്ട് വരുന്നത്? ജഗദീഷ് പറയുന്നത് അതായത് അത് നടന്നിട്ടുണ്ട്, സംഭവങ്ങൾ അമ്മ പറഞ്ഞിട്ടുള്ള എല്ലാ വാദങ്ങളെയും ഒരു ഇതുമില്ലാതെ നിഷ്കരണം തള്ളിക്കളയാന്ന് പറയില്ല. ഇപ്പൊ ഹീറോയായി. അല്ല, പശുവിന്റെയും ഈ കന്നുകാലികളുടെ ഒക്കെ പുറത്ത് കാക്ക പോയിരുന്നു അപ്പൊ ഒന്ന് പശുവിന്റെ കടി മാറും, വിശപ്പ് മാറും പറയുന്നവരാണ്. ഒന്ന്, ഈ ജഗദീഷിന് ചില ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും ഒക്കെ ഉണ്ട്. ജഗദീഷിന്റെ ബാക്ക്ഗ്രൗണ്ടൊക്കെ നമ്മളിപ്പോൾ ചികഞ്ഞു പോയി കഴിഞ്ഞാൽ നല്ലതൊന്നും ആയിരിക്കില്ല. പല കാര്യങ്ങളും ഇവിടെ തിലകൻ എന്ന് പറയുന്ന നടനെതിരെ ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്താരാണ് ചോദിച്ചു കഴിഞ്ഞാൽ തിലകനെതിരെ കടന്നാക്രമണം നടത്തിയതിൽ മുഖ്യ പങ്ക് വഹിച്ച വ്യക്തിയാണ് ഈ ജഗദീഷ്. ഈ ജഗദീഷ് ഇന്നലെ പറഞ്ഞ കാര്യങ്ങൾ ഇപ്പോൾ വരുന്നു. ജഗദീഷ് അമ്മയ്ക്കെതിരെ ആഞ്ഞടിച്ചു, അല്ലെങ്കിൽ സിദ്ദിഖ് പറഞ്ഞതിൽ വ്യത്യസ്തമായ അഭിപ്രായം അമ്മയുടെ ഭാരവാഹിയല്ല, അമരക്കാരനായ മറ്റൊരാൾ. അമ്മയിൽ തന്നെ മറ്റുമാണ് ജഗദീഷ്. വൈസ് പ്രസിഡന്റ് പറയുന്നു എന്ന് പറഞ്ഞ് ആളുകൾ ഇങ്ങനെ ആഘോഷിക്കുകയാണ്. ജഗദീഷ് പറഞ്ഞത് എന്ന് ജഗദീഷ് പറയുന്നതിന് ലക്ഷ്യം വേറെയുണ്ട്. ജഗദീഷിന് പവർ ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ട് സിനിമയിൽ എന്നാണ് പ്രധാനപ്പെട്ട ആരോപണം. പവർ ഗ്രൂപ്പ് 15 അംഗ സംഘം. അന്നത്തെ അങ്ങനെയാണെങ്കിൽ തിലകനെ പുറത്താക്കിയ സമയത്ത് ഈ പവർ ഗ്രൂപ്പ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയല്ലായിരുന്നു? അതെ, അന്ന് ജഗദീഷ് ഉണ്ട് ആ ഗ്രൂപ്പിൽ. അതെ, അന്ന് പവർ ഗ്രൂപ്പിലുള്ള ഒരാളാണ് ഈ ജഗദീഷ്. ജഗദീഷിന് ഇപ്പോഴും സിനിമകളുണ്ട്, അത്യാവശ്യം പൊതുവേദികളുണ്ട്, പിന്നെ ടെലിവിഷൻ ഉണ്ട്, എല്ലാം ജഗദീഷിന് ഇപ്പോഴും ഉണ്ട്. സമൃദ്ധനാണ് ജഗദീഷ്. ഈ ജഗദീഷ് പറയുന്നത് ജഗദീഷിന് ഇഷ്ടമാണ്, അത് നമ്മുടെ വ്യാഖ്യാനമാണ്. ജഗദീഷ് പറയുന്നില്ല. ജഗദീഷിന് ജഗദീഷിന്റെ ഉള്ളിലിരിപ്പ് ഇതാണെന്ന് നമ്മൾ പറഞ്ഞു വെക്കുന്നതാണ്. നോക്കിക്കോണം. അതായത് ഈ പവർ ഗ്രൂപ്പ് എന്ന് പറയപ്പെടുന്ന ഒരു പവർ ഗ്രൂപ്പ് സിനിമാ മേഖലയിൽ ഉണ്ടെന്നാണല്ലോ പൊതുവെ ആരോപണം. അതിനകത്ത് ഇദ്ദേഹത്തിനൊപ്പം മത്സരിച്ച ഒരാളുണ്ട്, ഇലക്ഷൻ മത്സരിക്കുകയും ഇപ്പോൾ മന്ത്രിയാവുകയും ചെയ്ത ഒരു വ്യക്തിയുണ്ട്. ആ വ്യക്തിയെ കിട്ടുന്നിടത്തൊക്കെ വെച്ച് ആക്രമിക്കുക, താറടിക്കുക എന്നത് ജഗദീഷിന്റെ ഒരു ഹോബിയാണ്. അത് മാത്രമല്ല, ഈ പത്തനാപുരത്തെ തെരഞ്ഞെടുപ്പ് വേദിയിൽ നടൻ മോഹൻലാൽ പ്രചരണത്തിന് എത്തി. അല്ല, അന്ന് അമ്മയുടെ ഒരു കർശനമായ നിർദ്ദേശം ഉണ്ടായിരുന്നു. 2 നടന്മാർ തമ്മിൽ മത്സരിക്കാൻ പാടില്ല എന്നെന്തോ അന്ന് അമ്മയുടെ ഒരു കർശന നിർദ്ദേശം ഉണ്ടായിരുന്നു. അപ്പൊ ഈ ജഗദീഷ് മത്സരിച്ചു, മറ്റൊരാൾ മത്സരിച്ചു. ഞാൻ പവർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞുകൊണ്ടാണ് മത്സരിച്ചു. പക്ഷെ അന്ന് മോഹൻലാൽ എത്തിയത് ഒരാളുടെ അടുത്ത് മാത്രമാണ്. അപ്പൊ അത് ജഗദീഷിന് വല്ലാത്ത ഒരു പരിഭ്രമവും വേദനയൊക്കെ ഉണ്ടാക്കിയിരുന്നു. അന്ന് അദ്ദേഹം അത് പറഞ്ഞിരുന്നു. 2 കാര്യങ്ങളാണ്. ഒന്ന്, തിലകനെതിരെ ആഞ്ഞടിച്ചപ്പോൾ ജഗദീഷിന് ഈ സംഭവങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. തിലകനെ വിലക്ക് ആത്മയിൽ ഉൾപ്പെടെ ഇടപെട്ടുകൊണ്ട് തിലകന് സീരിയൽ കിട്ടാനുള്ള അവസരങ്ങൾ പോലും നഷ്ടപ്പെടുത്തിയപ്പോഴും ജഗദീഷ് ഒരു പശ്ചാത്താപം ഉണ്ടായിരുന്നില്ല. നടൻ ശ്രീനാഥിന്റെ മരണത്തിൽ തിലകൻ ഉന്നയിച്ച ചില ആരോപണങ്ങൾ. ശ്രീനാഥ് അസ്വാഭാവിക മരണം നടക്കുന്നു. ശ്രീനാഥിനെ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ എന്തിന് ജഗദീഷിന്റെ ഭാര്യ ഫോറൻസിക് സർജൻ ആയിരിക്കുന്ന ആശുപത്രിയിൽ കൊണ്ടുവന്നു, ആലപ്പുഴയിലേക്ക് എത്തിച്ചു. അപ്പോൾ ഇതിന്റെയൊക്കെ ഉള്ളുകളി അന്ന് ജഗദീഷ് ഈ പവർ ഗ്രൂപ്പിന്റെ 15 അംഗ പവർ ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ അതിന്റെ ഒരു പ്രധാനിയായിരുന്നു. ഇപ്പോഴും ജഗദീഷ് അമ്മ എന്ന സംഘടനയുടെ അമരക്കാരനാണ്, വൈസ് പ്രസിഡന്റ് ആണ്. ആലോചിച്ച് നോക്കണം, ജഗദീഷിന്റെ പവറില്ലേ, പവർ ഉണ്ടോന്ന്. അതിനുശേഷം എത്ര നല്ല സിനിമകൾ ചെയ്തു. അതെ, അല്ലെ? ഈ രഞ്ജിത്തിന്റെ സിനിമയിൽ തന്നെ ലീല എന്ന് പറയുന്ന സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് പ്രധാന വേഷം. അതായത് ഈ ജഗദീഷ് ഇപ്പൊ പറയുന്നതിന്റെ ലക്ഷ്യം ഒരേ ഒരു വ്യക്തി, ഒന്നല്ലെങ്കിൽ ചിലപ്പോൾ 2 വ്യക്തികളെ താറടിക്കുക. അതുകൊണ്ടും അത് പ്രധാനികൾ ആരൊക്കെ അതിപ്പോ മനസ്സിലായി കാണും. ജഗദീഷ് ആരെയൊക്കെയാണ് ലക്ഷ്യം വെച്ചിരിക്കുന്നത് ഇപ്പൊ ഈ പറഞ്ഞതിൽ നിന്ന് ഏറെക്കുറെ മനസ്സിലായി കാണും. 2 താരങ്ങളെയാണ് ജഗദീഷ് ഇപ്പൊ ലക്ഷ്യം വെച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി മന്ത്രിസഭയ്ക്കുള്ളിൽ തമ്മിലടി. സജി ചെറിയാൻ പറയുന്നു രഞ്ജിത്തിനെതിരെ ഒരു പരാതി എഴുതി കിട്ടട്ടെ, പരാതി ചെയ്യാം. ഈ നടി ബംഗാളിൽ പറഞ്ഞിരിക്കുന്നത്, രഞ്ജിത്തിനെതിരെ നിയമ നടപടിക്ക് പോകാൻ എനിക്ക് വിരോധമില്ല, പോകാം, പക്ഷെ ബംഗാളിൽ നിന്ന് അത് ചെയ്യുക എളുപ്പമല്ല. കേരളത്തിൽ ആരെങ്കിലും സഹായിക്കാൻ വരികയാണെങ്കിൽ ഞാൻ അവർക്കൊപ്പം നിന്ന് പോരാടും.
തീർച്ചയായിട്ടും നമ്മുടെ സാംസ്കാരിക നായകന്മാരും ഈ സാമൂഹിക പരിഷ്കർത്താക്കളായ സംവിധായകരും ഒക്കെ അവരെ സഹായിക്കുമായിരിക്കും. അതെന്തായാലും വരട്ടെ, അന്വേഷണമൊക്കെ നടക്കട്ടെ. ഇനി മന്ത്രി ആർ ബിന്ദു പറഞ്ഞത്, മന്ത്രിസഭയ്ക്കുള്ളിലെ പോരിനെ കുറിച്ച് പറയണമല്ലോ, ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഉണ്ടാക്കിയ പുകിലുകൾ. ബിന്ദു ഈ കാര്യത്തിൽ പറയുന്നത്, ഒരു സ്ത്രീ ഒരു ആരോപണം ഉന്നയിച്ചാൽ അതിനെക്കുറിച്ച് പഠിച്ച് തീരുമാനം എടുക്കണം. അപ്പോൾ വീണ ജോർജ് പറഞ്ഞു അങ്ങനെ പഠിക്കേണ്ടതിന്റെ സംഭവം പോലും വീണ ജോർജ് ഞാൻ പൂർണ്ണ പിന്തുണ അവർക്ക് കൊടുക്കുന്നു. ഇതാണ് മന്ത്രിമാരുടെ അവസ്ഥ. അതായത് ആർക്ക് എന്ത് പറയണമെന്നറിയില്ല. പൊതുവെ പറഞ്ഞാൽ ആരും സ്ത്രീ വിരുദ്ധരല്ല കേരളത്തിൽ. സ്ത്രീകളെ ബഹുമാനിക്കുകയും അവരുടെ തൊഴിലിടങ്ങളിൽ അവർക്ക് ആവശ്യമായ അല്ലെങ്കിൽ അവരുടെ സ്വാതന്ത്ര്യത്തെ ഹനിക്കാതിരിക്കാനൊക്കെ ഇവിടുത്തെ പുരുഷന്മാരൊക്കെ ഏറെക്കുറെയൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടാകണം. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടും വളരെ നല്ലത് തന്നെയാണ്, വളരെ നല്ല കാര്യം തന്നെയാണ് എന്ന് എല്ലാ സിനിമാക്കാരും തന്നെ പറയുന്നുമുണ്ട്. പക്ഷേ ഇവിടെ ഇതിനെ വ്യാഖ്യാനിച്ച് ഈ റിപ്പോർട്ടിനെ ഇതൊരു അന്വേഷണ റിപ്പോർട്ടാണെന്നും ഇതിനകത്ത് കുടിലമായ പീഡനങ്ങൾ നടന്നിട്ടുണ്ടെന്നും ഈ പീഡനത്തിന് ഉത്തരവാദികളെ കണ്ടെത്തണമെന്നൊക്കെയാണ് ഇപ്പോൾ നടക്കുന്ന ചർച്ച. എന്താണ്, അതായത് ഈ റിപ്പോർട്ട് എന്താണ് ഇതിന്റെ പർപ്പസ്, ലക്ഷ്യം എന്താണ്, ഇതൊന്നും അറിയാതെ ഇതിനെ എടുത്തു വെച്ചങ്ങ് വ്യാഖ്യാനിക്കുകയാണ് ചില CC കമ്മിറ്റി ആളുകൾ. സെൻട്രൽ കമ്മിറ്റി CPM അല്ല ഉദ്ദേശിക്കുന്നത്, ചില കോൺക്ലേവുകാരും ചില കമ്മിറ്റിക്കാരും ചില സെമിനാറുകാരും ഒക്കെ വിശകലനം. ഇതിപ്പോ വേറൊരു തരത്തിൽ കൂടെ ചിന്തിക്കുന്നുണ്ട്. അതായത് ഇപ്പം ഇടതുപക്ഷം ഈ പറയുന്ന ന്യായമില്ലാത്ത അല്ലെങ്കിൽ ഇത്തരത്തിൽ അന്യായം പ്രവർത്തിച്ചിട്ടുള്ള താരങ്ങളെ, പ്രമുഖരെ സംരക്ഷിച്ചു പിടിക്കാനുള്ള ശ്രമങ്ങളാണ് ഈ സർക്കാരും പാർട്ടിയും ചേർന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നവരെന്ന്. പക്ഷേ ആദ്യം ഇത്തരത്തിലൊരു ആരോപണം ഉണ്ടായത് ആക്രമിച്ചു എന്നിപ്പോൾ കോടതിയിൽ കേസ് നിൽക്കുന്ന ഒരാളെ കൊണ്ടുവന്ന് അരിയിട്ട് വാഴിച്ചത് ആരാണ്? സത്യത്തിൽ കോൺഗ്രസ്സുകാരല്ലേ. ആലുവയിൽ എന്താണ് ദിലീപിനെ വെച്ചിട്ട് എന്താണ് ചെയ്ത്? ദിലീപ് കുറ്റക്കാരനാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞു. ദിലീപാണ് അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത്. ആ നടിക്കെതിരെ ആക്രമണം നടത്തിയത് ദിലീപാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞു. ആ സാഹചര്യത്തിൽ ദിലീപിനെ ജയിലിൽ നിന്ന് ഇറങ്ങിയ പാടെ കൊണ്ട് സ്വീകരണം കൊടുക്കുകയും ആലുവ നഗരസഭയിൽ എത്തിക്കുകയും ചെയ്തത് ആരാണ്? ഇവിടുത്തെ കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു സംഘടന തന്നെയാണല്ലോ അതും ചെയ്തിട്ടുള്ളത്. അതല്ല, ഇപ്പോൾ ഇലക്ഷന്റെ കഥകൾ പറഞ്ഞു തുടങ്ങി നടന്മാരുടെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളൊക്കെ ഇഷ്ടംപോലെ പറയാനുണ്ട്. അതല്ല നമ്മുടെ ഇഷ്ടം. നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതോടുകൂടി അല്ലെങ്കിൽ അത് പുറത്ത് വന്നതോടുകൂടി വെളിച്ചം കണ്ടതോടുകൂടി തർക്കങ്ങൾ ഒന്ന് സിനിമാക്കാർ തമ്മിലടിയായി. അതായത് അമ്മയുടെ 2 തട്ട്. അതിൽ ഞങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞു അതിന്റെ കാരണം എന്താണെന്നുള്ള കാരണം പറഞ്ഞു. ഇതിന്റെ പിന്നിലുള്ള പ്രേരണ എന്താണ്, ചേതോ വികാരം എന്താണെന്നുള്ള കാര്യം. ജഗദീഷ് നല്ല പിള്ള കളിക്കുന്നത് നമ്മൾ അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുന്ന കാര്യമല്ല. അതൊരു ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഇപ്പൊ ജഗദീഷിന്റെ വാഴ്ത്തിപ്പാടുകയാണ്. ജഗദീഷ് തലേ ദിവസം വൈകുന്നേരം ഉദിച്ച സൂര്യനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പലരും സോഷ്യൽ മീഡിയയിൽ ജഗദീഷിനെ വാഴ്ത്തിപ്പാടുന്നുണ്ട്. പക്ഷെ അവരാരും പണ്ട് തിലകനെതിരെ ഇദ്ദേഹം ചെയ്തിട്ടുള്ള നടപടികളെ കുറിച്ച് അറിയാത്തവരാകാം ഇപ്പം വാഴ്ത്തിപ്പാടിക്കൊണ്ടിരിക്കുന്നത്. ഈ പരമകള്ളന്മാർ ഇതിനെ വ്യാഖ്യാനിക്കാൻ തുടങ്ങി. ഈ സാമൂഹിക പരിഷ്കർത്താവിന്റെ ഓവർകോട്ട് ധരിച്ച ചില ആളുകൾ ഇതിനെ വ്യാഖ്യാനിച്ച് ഇത് ഇങ്ങനെ വേണം, ഇത് വലിയൊരു മൂവ്മെന്റ് ആണ് നടക്കുന്നത്, നിലപാട് കർശനമാണ്. എന്തു നിലപാട്, എന്ത് കർശനം? ഇത് വ്യാഖ്യാനിച്ച് മറ്റുള്ളൊരു പാവം ജോലി ചെയ്ത് ജീവിക്കുന്ന ആളുകളുടെ അണ്ണാക്കിലോട്ട് വെച്ചു കൊടുത്തിട്ട് ഇതാണോ ശരി? ഇതല്ല. ഇത് അവരും കൃത്യമായി ഓരോരുത്തരുടെ നിലപാട് പറയട്ടെ. ഇതിനെ വ്യാഖ്യാനിച്ച് വഷളാക്കാതിരിക്കാൻ നിങ്ങൾ ശ്രമിച്ചാൽ, ആര്? ഈ സിനിമാക്കാരും രാഷ്ട്രീയക്കാരും ഈ പറയുന്ന സാമൂഹിക പരിഷ്കർത്താക്കളും ഒക്കെ ശ്രമിച്ചാൽ ഒരു പരിധിവരെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സമൂഹത്തിന് ഗുണം ചെയ്യും. പ്രത്യേകിച്ച് സിനിമാ മേഖലയിൽ ഇങ്ങനൊരു സംഭവം വന്നതോടുകൂടി മറ്റു മേഖലകളിലും നമ്മുടെ സഹോദരിമാർക്ക് അല്ലെങ്കിൽ നമ്മുടെ അമ്മമാർക്ക്, നമ്മുടെ മക്കൾക്ക് ഒക്കെ എന്താണ് തുല്യനീതി എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. നിങ്ങൾ ദൈവത്തെ ഓർത്ത് ഇതിനെ വ്യാഖ്യാനിച്ച് വഷളാക്കി നിങ്ങളുടെയൊക്കെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി ഇതിനെ വിനിയോഗിക്കരുത്. പിന്നെ വേറൊരു കാര്യം കൂടിയുണ്ട്. ഇത് പുറത്ത് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് പലരും പല വെളിപ്പെടുത്തലുകളായിട്ട് ഇപ്പം രംഗത്ത് വന്നിരിക്കുക. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഉഷ എന്ന് പറയുന്ന ഒരു ആർട്ടിസ്റ്റ് കുറെ കാലം സിനിമയിലെങ്ങും ഇല്ലാതെ കുറെ കാലം നിന്ന് ഇപ്പോഴാണ് ലൈം ലൈറ്റിലേക്ക് അവർ വരുന്നത്. ഈ മോഹൻലാലിന്റെ ഒക്കെ സിസ്റ്ററുടെ വേഷമൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ഒരു നടിയാണ്. അപ്പം അവർ കഴിഞ്ഞ ദിവസം മമ്മൂട്ടിയെ കുറിച്ചൊരു പരാമർശം അവരൊരു ചാനലിന് വേണ്ടി അവർ കൊടുത്തിരുന്നു. അതായത് ഇവർ വിവാഹം പിന്നെ മുസ്ലിമാണ് അവർ വിവാഹം കഴിച്ചത് ഒരു ഹിന്ദു യുവാവിനെയാണ്. അപ്പോൾ അതിനുശേഷം ആ വിവാഹത്തിന് ശേഷം മമ്മൂട്ടി നേരിട്ട് തന്നെ ഇവർക്ക് കിട്ടുന്ന അവസരങ്ങൾ നഷ്ടപ്പെടുത്തുന്നു എന്ന് പറഞ്ഞിട്ട് പുതിയൊരു ആരോപണവുമായിട്ട് അവർ കഴിഞ്ഞ ദിവസം കണ്ടിരുന്നു. പ്രിയപ്പെട്ട പ്രേക്ഷകർ, ഇത് കേൾക്കുമ്പോൾ നമുക്ക് കോമഡിയായിട്ട് തോന്നില്ലേ? അത്രേ ഉള്ളൂ ഇന്നത്തെ സംഭവങ്ങൾ. ആളുകൾക്ക് അന്ന് പറയാമായിരുന്നു, അല്ലെങ്കിൽ സംഭവിക്കുമ്പോൾ പറയാമായിരുന്നു. അന്ന് പറയാതെ ഇപ്പോ പലരും ഇപ്പൊ അൻസിബയെ പോലെ ജോമോള് പറയുന്ന എന്നെ അങ്ങനെ ആരും ശല്യം ചെയ്തിട്ടില്ല എന്ന് പറയുന്നുണ്ട്. ഇനി നോക്കിക്കോളൂ, നിങ്ങൾ തന്നെ ശ്രദ്ധിച്ചു. ഇപ്പൊ ഇങ്ങനെ പുറമേ ഉള്ള ഇതല്ലേ ഉള്ളൂ. ഇതിനകത്ത് ഇപ്പൊ ഒരു നടി പറഞ്ഞു എന്ന് പറഞ്ഞില്ലേ, ഇതുപോലെ ഇതിനകത്ത് വർഗീയ വിഷം വരും, രാഷ്ട്രീയ വിഷം വരും, പല ചേരുവകളും ഇതിനകത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കും. ഇതിനകത്ത് ഇങ്ങനെ വിഷമാണ് ചേർക്കുന്നത്, നന്മയല്ല. വിഷം ഇങ്ങനെ ചേർത്ത് ഇതിനെ നശിപ്പിച്ച് 4 മടക്കി കയ്യിൽ തരും. അപ്പോഴും സമാധാനം. അതെ.